അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാസപ്പിറവി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ സൗദി അറേബ്യയിൽ വിശുദ്ധ റമദാൻ ഉറപ്പിക്കുകയും ഇന്ന് അവർക്ക് ഒന്നാമത്തെ നോമ്പ് ആരംഭിക്കുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇന്ന് വൈകുന്നേരം മാസപ്പിറവി ദൃശ്യമാകുന്നതോടെ നമുക്കും വിശുദ്ധ റമദാൻ സമാഗതമാകുകയാണ്. ഈ സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വിശുദ്ധ റമദാൻ്റെ ആദ്യ രാത്രിയിൽ വല്ലാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു ഭൂമിയിലേക്ക് ചൊരിഞ്ഞിരുന്ന സമയമാണ്. റമദാൻ്റെ തുടക്കത്തിലാണ്. ആ സമയത്ത് പലപ്പോഴും നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ദിവസം നോമ്പൊക്കെ അനുഷ്ഠിച്ച് കഴിഞ്ഞാൽ പിന്നെ അന്ന് തറാവീഹും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. എന്നാൽ റമദാൻ്റെ ആദ്യ രാത്രിയിൽ പലപ്പോഴും നമുക്കതെല്ലാം നഷ്ടപ്പെട്ടു പോവാറുണ്ട്. ഒരിക്കലും അത് നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. ആയതിനാൽ വിശുദ്ധ റമദാൻ തുടങ്ങുന്ന ആ സമയം മഗ്‌രിബിൻ്റെ സമയമാണ് ഒരു ദിവസം ഇസ്ലാമികമായി ആരംഭിക്കുന്നത്. ആ സമയത്താണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾ, റഹ്മത്തിൻ്റെ കവാടം ഭൂമിയിലേക്ക് തുറക്കപ്പെടുന്നത്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ ആഗ്രഹിച്ചുകൊണ്ട് നാം പ്രതീക്ഷിച്ചിരിക്കണം. ആ സമയത്ത് നമുക്ക് ആ ഒരു പ്രതീക്ഷയോടെ ഇരിക്കുകയാണെങ്കിൽ ഈ റമദാൻ മുഴുവനും നമുക്ക് സന്തോഷകരമായി അള്ളാഹുവിൻ്റെ അനുഗ്രഹീതമായ രൂപത്തിൽ നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കും. നമുക്ക് ആ സമയത്ത് പ്രാർത്ഥനാനിരതരായിരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ റമദാൻ്റെ ആദ്യ രാത്രിയിൽ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്താൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവുമെന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. വിശുദ്ധ റമദാൻ സമാഗതമാകുമ്പോൾ നാം പ്രാർത്ഥിക്കേണ്ട, സ്ഥിരമായി നാം ദുആ ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ജഅൽ ഹാദ അശ്ശഹ്റ അശ്ശരീഫ അൽ അദീമ അൽ മുബാറക് ശഹ്റ റമദാന ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജത്തൻ ലനാ ലാ ഹുജ്ജത്തൻ അലൈനാ. അല്ലാഹുവേ, ഈ വിശുദ്ധ റമദാൻ എനിക്ക് നീ അനുകൂലമാക്കി സാക്ഷി നിർത്തേണമേ, പ്രതികൂലമാക്കി സാക്ഷി നിർത്തരുതേ തമ്പുരാനെ. ഇത് ഞങ്ങൾക്ക് നീ നിൻ്റെ അടുക്കൽ ഒരു തെളിവാക്കണമേ തമ്പുരാനെ. ഒരിക്കലും കേടായി ഒരു തെളിവായി ഇത് വരരുതേ തമ്പുരാനെ എന്നുള്ള പ്രാർത്ഥന നാം വിശുദ്ധ റമദാനിൽ സ്ഥിരമായി ദുആ ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു ഈ വിശുദ്ധ റമദാനിനെ നമുക്ക് അനുകൂലമാക്കി തരുമാറാവട്ടെ, പ്രതികൂലമാക്കാതിരിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിലെ മുഴുവൻ തറാവീഹും നിസ്കരിക്കാനും മുഴുവൻ നോമ്പും അനുഷ്ഠിക്കാനും വിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യാനും കൂടുതൽ സൽക്രമങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ കൃപ, കടാക്ഷം, കാരുണ്യവും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.